ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ധാരാളമായിട്ട് പരാതികൾ പറയുന്ന വ്യക്തികളാണ് അല്ലേ. നമ്മൾ പല കാര്യങ്ങൾക്കും നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്ത സമയത്ത് അവിടെ ചെന്ന സമയത്ത് നമ്മൾ വിചാരിച്ച ഫെസിലിറ്റീസ് കിട്ടിയില്ല, നമ്മളത് കംപ്ലയിൻറ്റ് ചെയ്യും, പരാതി പറയും. നമ്മൾ ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഭക്ഷണത്തിൽ ഉപ്പ് കൂടിയാൽ, മധുരം കുറഞ്ഞാൽ, അല്ലെങ്കിൽ എരിവ് കൂടിയാൽ, വിചാരിച്ച രീതിയിൽ ടേസ്റ്റ് ഇല്ലെങ്കിലൊക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ട രീതിയിൽ പഴകിയ ഭക്ഷണമൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൺലൈനായിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരാതികൾ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് എല്ലാവരോടും ഒരുപോലെ നിങ്ങൾ ചെയ്ത് തെറ്റാണ്, മോശമാണ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ പരാതികൾ ആളുകളോട് പറയുന്ന ആ ഒരു രീതിയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതും ഇംഗ്ലീഷിൽ എങ്ങനെയാണ് പറയുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് ആ പരാതികളിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ കംപ്ലൈൻറ്റുകൾ, പരാതികൾ ഒരാളോട് പറയുന്ന ശൈലിയെക്കുറിച്ചാണ്. ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ഒരു രീതിയാണ്. ആ വ്യക്തിയുടെ കയ്യിൽ മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് നമുക്കറിയാം, പക്ഷേ അയാളെ നമ്മൾ കുറ്റപ്പെടുത്താതെ, ബ്ലെയിം ചെയ്യാതെ, വേദനിപ്പിക്കാത്ത രീതിയിൽ പറയുന്ന ഒരു ശൈലിയാണ് ഒന്നാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഇങ്ങനെയാണ് ഇത് പറയുന്നത്: ഇറ്റ്സ് പ്രോബബ്ലി നോട്ട് യുവർ ഫോൾട്ട് ബട്ട് ഇറ്റ്സ് കുഡ് നോട്ട് ഹാപ്പൻ. ഇറ്റ്സ് പ്രോബബ്ലി നോട്ട് യുവർ ഫോൾട്ട്, ഒരു പക്ഷെ അത് നിന്റെ തെറ്റായിരിക്കില്ല. ബട്ട് ദാറ്റ് കുഡ് നോട്ട് ഹാപ്പൻ, പക്ഷെ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല, അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. ഇറ്റ്സ് പ്രോബബ്ലി നോട്ട് യുവർ ഫോൾട്ട്, ഒരു പക്ഷെ അത് നിന്റെ ഒരു തെറ്റാവണമെന്നില്ല. ബട്ട് ദാറ്റ് കുഡ് നോട്ട് ഹാപ്പൻ, പക്ഷെ അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഇനി ശ്രദ്ധിച്ചാൽ മതി, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല, അത് നിന്റെ ഒരു തെറ്റാവണമെന്നില്ല, അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കാം. ഇറ്റ്സ് പ്രോബബ്ലി നോട്ട് യുവർ ഫോൾട്ട്, ഇറ്റ്സ് പ്രോബബ്ലി നോട്ട് യുവർ ഫോൾട്ട്. നമ്മൾ അങ്ങനെ പറയാറുണ്ടല്ലേ. അത് നമുക്കറിയാം അവൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ച മിസ്റ്റേക്ക് തന്നെയാണ്, പക്ഷെ നമ്മൾ അവനെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയാണ്. ഇനി അതുപോലെ തന്നെ മറ്റൊരു ശൈലി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: നമ്മൾ ട്രെയിനിൽ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു, ട്രെയിനിൽ കയറിയ സമയത്ത് സ്ലീപ്പർ കോച്ചിൽ നമ്മുടെ സീറ്റിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അയാളോട് പറയണം, എന്താ ഇതെൻ്റെ സീറ്റാ, ഒന്ന് എഴുന്നേക്കൂ. അങ്ങനെയാണോ? അല്ല, ഒരു മാന്യമായ രീതിയിൽ വേണം അവിടെയൊക്കെ സംസാരിക്കാൻ. പിന്നെ ഇത് എൻ്റെ സീറ്റാണെന്നാണ് തോന്നുന്നത്, ഞാൻ റിസർവ് ചെയ്തിട്ടുള്ള നമ്പർ ഇതാണ്, അപ്പോൾ നിങ്ങളൊന്ന് വിരോധം അല്ലെങ്കിൽ ഒന്ന് മാറുകയാണെന്നുണ്ട്, ആ രീതിയിലൊക്കെയാണ് പറയാം. എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ആ ഒരു മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിക്കുക? ഇങ്ങനെയാണ് ഇത് പറയുന്നത്: ഐ എം അഫ്രൈഡ് there has been a problem. I have reserved this seat. I have reserved this seat. ഈ സീറ്റ് ഞാൻ റിസർവ് ചെയ്താണ്, അങ്ങനെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, നിങ്ങളൊന്ന് മാറി തരികയാണെങ്കിൽ എന്നുള്ള അർത്ഥമൊക്കെ ഇവിടെ ഉണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്: there has been a problem. I have reserved this seat. There has been a problem. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ, ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. ഐ ഹാവ് റിസർവ്ഡ് ദിസ് സീറ്റ്, ഈ സീറ്റ് ഞാൻ റിസർവ് ചെയ്താണ്, അപ്പോൾ നിങ്ങളൊന്ന് മാറി തരികയാണെങ്കിൽ. ഇതൊന്നും നമ്മൾ ഈ കൂട്ടത്തിൽ പറയുന്നില്ല, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാ പറയുന്നത്? ഐ എം അഫ്രൈഡ് ദർ ഹാസ് ബീൻ എ പ്രോബ്ലം. ഐ എം അഫ്രൈഡ് എന്നൊക്കെ പറയുന്നത് ഒരു മാന്യമായൊരു ഇടപെടലാണ്, മാന്യമായ രീതിയാണ്. ഇനി അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മളൊരു ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തു താമസിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് അവിടുത്തെ സൗകര്യങ്ങൾ നമ്മൾ കണ്ടതുപോലെയോ കേട്ടതുപോലെയോ അല്ല, നമുക്ക് സ്വീകാര്യമല്ലാത്ത, നമ്മൾ തികച്ചും അൺഹാപ്പിയാണ്. അപ്പൊ അത്തരം സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? സോറി ബട്ട് ദിസ് ഇസ് അൺഅക്സെപ്റ്റബിൾ. സോറി ബട്ട് ദിസ് ഇസ് അൺഅക്സെപ്റ്റബിൾ. സോറി ദിസ് ഇസ് അൺഅക്സെപ്റ്റബിൾ. ഇത് ശരിയാവില്ല കേട്ടോ, ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മൾ പണം കൊടുത്തിട്ടല്ലേ നിങ്ങളുടെ കയ്യിൽ റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊന്നല്ലല്ലോ നിങ്ങളുടെ മെനുവിൽ കാണുന്നത്, അങ്ങനെയല്ല നിങ്ങളുടെ വെബ്സൈറ്റിൽ കാണുന്നത്. സോറി ബട്ട് ദിസ് ഇസ് അൺഅക്സെപ്റ്റബിൾ, ഇത് പറ്റില്ല, ഈ മുറിയല്ല നിങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. സോറി ദിസ് ഇസ് അൺഅക്സെപ്റ്റബിൾ, ഇത് സ്വീകാര്യമല്ല. ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലിൽ മുറിയെടുത്ത സമയത്ത്, ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഹോട്ടലിൽ മുറിയെടുത്ത സമയത്ത് മുറിയൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു, റൂമൊക്കെ നല്ല വൃത്തിയുണ്ട്, നീറ്റാണ്. പക്ഷേ നമ്മുടെ കൂടെയുള്ള ആൾക്ക് അവിടെ വിരിച്ചിരിക്കുന്ന ആ ഒരു ബെഡ്ഷീറ്റ്, ആ ബെഡ്ഷീറ്റിന്റെ നിറം ഇഷ്ടപ്പെട്ടില്ല. അതൊന്നും വലിയൊരു കംപ്ലൈന്റ് അല്ലല്ലോ, പക്ഷെ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവാം. ആ നിറം ഒന്ന് മാറ്റി കിട്ടണം, അല്ലെങ്കിൽ മറ്റൊരു ബെഡ്ഷീറ്റ് തരാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ റിസപ്ഷനിൽ ചെന്നിട്ട് പറയാണ്. ആ സമയത്ത് അത് അവരുടെ ഒരു ബാധ്യതയൊന്നുമല്ല, അവർ വിചാരിച്ചൊരു കളർ അവിടെ വിരിച്ചു എന്ന് തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ വേണം ഇത് പോയിട്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയാ? സോറി ടു ബോദർ യു, സോറി ടു ബോദർ യു, സോറി ടു ട്രബിൾ യു. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ക്ഷമിക്കണം കേട്ടോ. സോറി ടു ബോദർ യു, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ക്യാൻ യു റീപ്ലേസ് ദാറ്റ് ബ്ലാങ്കറ്റ്? ആ ബ്ലാങ്കറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്ത് തരാൻ പറ്റുമോ? വേറെ ഒന്ന് തരാൻ പറ്റുമോ? ചേഞ്ച് ദാറ്റ് ബ്ലാങ്കറ്റ്, ആ ബ്ലാങ്കറ്റ് ഒന്ന് മാറ്റി തരാൻ പറ്റുമോ? സോറി ടു ബോദർ യു, അല്ലെങ്കിൽ സോറി ടു ട്രബിൾ യു, ക്യാൻ യു റീപ്ലേസ് ദാറ്റ് ബ്ലാങ്കറ്റ്? നമുക്ക് വേറൊരു ബ്ലാങ്കറ്റ് തരാൻ പറ്റുമോ? സോറി ടു ബോദർ യു. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരെ കുറ്റപ്പെടുത്തല്ല, നമ്മുടെ ഒരു ആവശ്യം കൂടിയാണ്, പക്ഷെ നമ്മൾ പണം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സോറി ടു ബോദർ യു എന്നോ അല്ലെങ്കിൽ സോറി ടു
ട്രബിൾ യു എന്നോ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ സീരിയസ് ആയ എന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമാണ് എന്ന് തന്നെ പറയാം. എക്സ്ക്യൂസ് മീ, there seems to be a problem. എക്സ്ക്യൂസ് മീ, there seems to be a problem. എക്സ്ക്യൂസ് മീ, പിന്നെ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ടോ, ഒന്ന് ഇങ്ങോട്ട് വരണേ. അപ്പൊ നമ്മൾ റൂമിലേക്ക് കയറിയപ്പോൾ റൂമിന്റെ വാതില് തുറക്കാൻ പറ്റുന്നില്ല, ജാമായിട്ട് കിടക്കുകയാണ്. അപ്പൊ അത് അവർ തന്നെ വന്നിട്ട് റെഡിയാക്കി തരണം. ആ സമയത്ത് നമ്മൾ എന്ത് പറയും? എക്സ്ക്യൂസ് മീ, there seems to be a problem. അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്, the door is jam. നമ്മുടെ ഡോറ് ജാം ആയിട്ടുണ്ട്, ഒന്ന് വരണേ, ഒന്ന് സഹായിക്കണേ എന്ന് പറയാണ്. അത് തുറന്നിട്ടില്ലെങ്കിൽ നമുക്ക് താമസിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് സീരിയസ് ആയ പ്രശ്നമാണ്, എന്നാലും മാന്യമായ രീതിയിലാണ് നമ്മൾ അവിടെ അവതരിപ്പിച്ചത്. എക്സ്ക്യൂസ് മീ, there seems to be a problem. അല്ലെങ്കിൽ എന്താണ്, മറ്റെന്തെങ്കിലും ഒരു വൃത്തിഹീനമായ സാഹചര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഫൈനലി ഒരാൾക്ക് വളരെ സീരിയസ് ആയ ഒരു കംപ്ലൈന്റ് പറയണമെന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കംപ്ലൈന്റാണ്, എഴുതിയൊക്കെ കൊടുക്കേണ്ട രീതിയിലുള്ള ഒരു പരാതിയാണ്. അത്രയും വളരെ ഗൗരവമായ ഒരു കാര്യമാണെങ്കിൽ നമ്മൾ പറയുന്നത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഐ വാണ്ട് ടു കംപ്ലൈൻ അബൌട്ട് ദിസ്. എനിക്കിതിനെക്കുറിച്ച് പരാതിപ്പെടണം. അങ്ങനെ ഒരാൾ പറയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ സീരിയസ് ആയ ഒരു കാര്യം തന്നെയായിരിക്കും. ഐ വാണ്ട് ടു കംപ്ലൈൻ അബൌട്ട് ദിസ്. എനിക്ക് ഇതിനെക്കുറിച്ച് പരാതിയുണ്ട്, പരാതിപ്പെടണം. എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് ചോദിക്കുന്ന ഒരു ശൈലിയാണെങ്കിൽ ഐ വാണ്ട് ടു കംപ്ലൈൻ അബൌട്ട് ദിസ്. അപ്പം ഇങ്ങനെയും പറയാന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.